ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമ്നന്ദസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ കൂടി ഭഗവാൻ പറയുന്നു, യേ മേന്മതം മിത നിത്യം അനുഷ്ഠന്തി മാനവം ശ്രദ്ധവന്തോ ന സൂയതേ മുച്യതേതിഭി കർമ്മഭി. എൻ്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവൻ കർമ്മബന്ധങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടും. ഈ കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നാമജപം. ഭഗവാന്റെ നാമം ജപിക്കുക. ഭഗവാന്റെ കൽപ്പന ശാശ്വതവും സത്യവുമാണ്. എന്നാൽ ഈ സനാതനമായ ഭഗവത് കൽപ്പനകളിൽ വിശ്വാസമുറച്ച ഒരു സാധാരണ മനുഷ്യന് ആ കൽപ്പനകൾ നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ കൂടി കാർമ്മിക നിയമത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ കഴിയും. അതായത് കൃഷ്ണബോധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഒരാൾക്ക് ഭഗവത് ആജ്ഞ പൂർണ്ണമായി നിറവേറ്റാൻ സാധിച്ചില്ലെന്ന് വരാം. ഭഗവത് കൽപ്പനയിൽ എതിർപ്പില്ലാതെയും തൻ്റെ ജയപരാജയങ്ങളെ ഉത്കണ്ഠ കൂടാതെയും ഭഗവാനിലേക്കുള്ള ആഗ്രഹം കൈവെടിയാതെയും ഭഗവാന്റെ ആജ്ഞകൾ പ്രവർത്തിച്ചു പോന്നാൽ തീർച്ചയായും ഉന്നതിയിലെത്താൻ കഴിയുകയും കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. അതിനാൽ എല്ലാവർക്കും ഭഗവാന്റെ ആജ്ഞപ്രകാരമുള്ള ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രത്തിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലെത്താനും ഭഗവത് സേവനങ്ങൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.